വയനാട് ജില്ലയിൽ വീമുട്ടി വെള്ളച്ചാട്ടം. പിന്നെ അതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വയനാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ഈ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഉത്തരാഖണ്ഡിലെ ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ പാർക്ക് ഏതാ? ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ പാർക്ക് ഉത്തരാഖണ്ഡിൽ ജിം കോർബറ്റ് ദേശീയ പാർക്ക് അല്ലെ. ആലുവയിൽ അദ്വൈതാശ്രമം ശ്രീനാരായണ ഗുരു 1913 കേട്ടോ. എടുത്തു ചോദിക്കുകയാണ്, കാലടിയിലെ അദ്വൈതാശ്രമം ശ്രീരാമകൃഷ്ണാശ്രമം എന്നാണ് അതിന്റെ പേര് തന്നെ. നമസ്കാരം, ഞാൻ പ്രദീപ് മുഖത്തല. നമുക്ക് ഇന്ന് കുറച്ച് റാങ്ക് മേക്കിംഗ് സീരീസ് 9ഓളം നമ്മൾ 8 നല്ലോണം പഠിച്ചിട്ടുണ്ട്. എന്നാലും ഇനി അങ്ങോട്ട് കയറുന്നവരും നല്ല രീതിയിൽ ശ്രദ്ധിച്ച് പഠിച്ചേ പറ്റൂ. നല്ല കോമ്പറ്റീഷൻ ആയിട്ടുണ്ട് കേട്ടോ. എവിടെ നോക്കിയാലും ഓരോരുത്തരുടെ പഠിത്ത രീതി കാണുമ്പോഴും ഓരോരുത്തരുടെ മത്സര ബുദ്ധിയോടുകൂടി എന്ന് പറഞ്ഞാൽ ഒത്തിരി പരീക്ഷകളുണ്ടല്ലോ, അതിലെങ്ങനെയും കയറണം എന്നുള്ളൊരു വാശിയോടുകൂടി പഠിക്കുന്നവർ നല്ലവണ്ണം ഇറങ്ങിത്തിരിച്ചു. പഴയ ആൾക്കാരുകളൊക്കെ നിർത്തിപ്പോയ ആൾക്കാർ വരെ ഇപ്പം എനിക്കിത് ഒറ്റ പരീക്ഷയല്ലേ ഉള്ളൂ സാറേ, ഞാൻ എഴുതി കയറും എന്നുള്ളൊരു ചിന്താഗതിയിൽ മാക്സിമം അവർ വന്നു തുടങ്ങി. പക്ഷെ ചെയ്യുന്നുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. അവർ കറക്റ്റ് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി കറക്റ്റ് വാശിയോടുകൂടി പഠിക്കുന്നു. നമ്മളോട് ഓരോ സ്റ്റുഡൻറ്റ് ചോദിക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും ഇവർ വാശിയോടുകൂടി പഠിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടത് സാറേ ഇത്ര സമയം പഠിച്ചാൽ പോരെ, ഇത്ര സമയം ഞാൻ പഠിക്കുന്നുണ്ട്, മാത്സും ഇംഗ്ലീഷും മലയാളം വൊക്കാബുലറി സെക്ഷൻ എല്ലാ ദിവസവും കുറേശ്ശെ പഠിക്കുന്നു. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കും ഒരു സന്തോഷമാണ്. ആ കുറേ 1-2 പേരല്ല എന്നോട് ചോദിച്ചു, അവരുടെയൊക്കെ രീതി കാണുമ്പോൾ എനിക്കറിയേണ്ട ആ പഠിക്കുക എന്തായാലും ഈ വർഷം ഒന്നിനും പോകരുത്, ഫുൾ ടൈം ഡെഡിക്കേറ്റ്. നീ കുറേ നാൾ കൊണ്ട് പഠിക്കുന്നതല്ലേ ഓരോരുത്തരും, ഇതിലങ്ങ് നേടിയെടുത്ത് അങ്ങ് പൊയ്ക്കോണം, ഒന്ന് സേഫ് സോണിൽ എത്തിയ നീ എവിടെയോ പൊയ്ക്കോ. ഞാൻ അവരോടൊക്കെ അങ്ങനെയാണ് പറയുന്നത്. കാരണം ഇതുപോലൊരു അവസരം ഇനി എപ്പോഴാണ് കിട്ടുന്നതെന്ന് അറിഞ്ഞിട്ട് ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ എല്ലാ ലിസ്റ്റിലും വരും. കാരണം ഇഷ്ടംപോലെ പരീക്ഷ വരുന്നു അല്ലേ, ലാബ് അസിസ്റ്റന്റ്, LD ക്ലർക്ക്, LGS, ഡിഗ്രി ലെവൽ പരീക്ഷകൾ, പോലീസ്, SI പരീക്ഷകളെല്ലാം നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത് ഫുൾ ടൈം ഡെഡിക്കേറ്റ് ചെയ്യുക, വേറെ ഒന്നും ചെയ്ത് വാശിയോടുകൂടി പഠിക്കുക. നിങ്ങളുടെ ഭാഗം ചിലപ്പോൾ ഇച്ചിരി ഫാൾട്ടൊക്കെ ആയിരിക്കും ചില മേഖലകൾ, പക്ഷെ അതിന് ഇച്ചിരി കൂടെ പ്രാധാന്യം എല്ലാ ദിവസവും ഒന്ന് കൊടുത്തു നോക്കുക. അത് ഇഷ്ടപ്പെട്ട് അതിലോട്ട് അങ്ങ് വരും. എനിക്ക് അല്ലെങ്കിൽ ചിലപ്പോൾ സയൻസ് പാടായിരിക്കും, ചിലപ്പോൾ എക്കണോമിക്സ് പാടായിരിക്കും, ചിലവർ പറയാറുണ്ട് ഇപ്പോൾ ഭരണഘടന കിട്ടുന്നില്ല. അതിന് ഒരു ദിവസത്തിൽ ഇത്ര നേരം ഒന്ന് നിങ്ങൾ എന്നും മാറ്റി വെച്ച് നോക്കുക. എന്നും മാറ്റി വെക്കും തോറും എന്നിട്ട് അത് റിവിഷൻ സെക്ഷനുമായിട്ടും കൊണ്ടുവരണം, റിവിഷൻ ടൈം ടേബിൾ ഇട്ട് വെക്കണം. അപ്പോഴത്തേക്ക് ആ ഒരു ഭാഗം കവർ ചെയ്ത് അതിലേക്ക് കയറി വരും. ഓരോരുത്തരോടും പറയാം, ആവശ്യം നമ്മളുടെ ആണെങ്കിൽ നമ്മൾ വാശിയോടുകൂടി പഠിക്കുക. കഴിഞ്ഞ വർഷമൊക്കെ കുറേ കഷ്ടപ്പെട്ടവർക്ക് ഇപ്പം നല്ലൊരു ജോലി കിട്ടി, അവർ സേഫ് സോണിൽ നിൽക്കുന്നുണ്ട്. അതുപോലെ ആയിരിക്കണം നിങ്ങളെന്ന് പറയുന്നത്. എന്നാ ചോദിക്കും വലിയ കഷ്ടപ്പാടല്ല, പക്ഷെ പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പഠിക്കുക. റിവിഷൻ നടത്തേണ്ടതും ജോലി കിട്ടേണ്ടതും ഒക്കെ നിങ്ങൾക്കാണ് അല്ലേ. ഐശ്വര്യമായിട്ട് പഠിക്കുക. എപ്പോഴും ഞാൻ പറയുന്നത്, വാശി ഉണ്ടോ നമ്മൾ നേടിയെടുക്കും. നമ്മുടെ മുമ്പിലേക്ക് എന്ത് പ്രതിബന്ധങ്ങൾ വന്നാലും അതിനെ തരണം ചെയ്യുക. ഇഷ്ടംപോലെ ഇനി വരാൻ കിടക്കുന്നതേ ഉള്ളൂ. പല രീതിയിൽ അസുഖങ്ങളൊക്കെ ആയിരിക്കും, ചിലപ്പോൾ മനസ്സ് പഠിക്കുന്നതായിരിക്കും, ചിലപ്പം ഇനി ഇത് കിട്ടുമോ, എല്ലാം കൂടെ പഠിച്ചിട്ട് തലേ നിൽക്കുന്നില്ല, തിരിഞ്ഞു പോകുന്നു, കുറേ പഠിക്കുമ്പോൾ പഴയതെല്ലാം മറന്നു പോകുന്നു, വർഷങ്ങൾ കിട്ടുന്നില്ല, ഇങ്ങനെയൊക്കെ നിങ്ങളുടെ മനസ്സിൽ തോന്നും. എല്ലാവർക്കും ഉള്ള തോന്നല. അപ്പം നിങ്ങളോട് ചോദ്യം പറയേണ്ടത്, ഇത് ഈ കാണുന്ന എല്ലാവർക്കും തിരിഞ്ഞു പോകും, എല്ലാവർക്കും മറന്നു പോകും. പഴയ ചോദ്യങ്ങൾ കറണ്ട് അഫേഴ്സ് എടുക്കുമ്പം നേരത്തെ പഠിച്ചു തീർന്ന കറണ്ട് അഫേഴ്സ് കിട്ടുന്നില്ല, അവിടെയൊക്കെ ഓപ്ഷൻ ഉണ്ടല്ലോ. നിങ്ങൾ പലതവണ കറണ്ട് അഫേഴ്സിന് ഇത്ര നേരം മാറ്റി വെക്കുക, വൊക്കാബുലറി സെക്ഷൻ മാത്സും ഇംഗ്ലീഷും മലയാളത്തിനും കൂടെ ഇത്ര നേരം മാറ്റി വെക്കുക, മതി, ധാരാളം. അങ്ങനെയൊക്കെ പഠിക്കുന്നവർക്കാണെങ്കിൽ കൃത്യം ഒരു പാത കറക്റ്റ് തെളിഞ്ഞ് വരും. അങ്ങനെ ഇതെല്ലാവരും ചുമ്മാ എന്ന് കുത്തിയിരുന്ന് കുറേ GK വായിക്കുന്നു, തീരുന്നു. അങ്ങനെയല്ല, എല്ലാ മേഖലയും ഒരേപോലെ കൊണ്ടുപോയാൽ നിങ്ങൾ രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ നല്ലൊരു ഐശ്വര്യമായിട്ട് നിങ്ങൾക്ക് അടുത്തൊരു നല്ലൊരു ജോലി സമ്പാദിക്കുക. ഓരോരുത്തരൊക്കെ സ്റ്റാറ്റസ് ഒക്കെ ഇടുന്ന കണ്ടിട്ടില്ലേ, ഓരോരുത്തർ ഇൻസ്റ്റഗ്രാമിലൊക്കെ ആ ഒരു വീഡിയോ ഒക്കെ ഇടുന്ന കണ്ടിട്ടുണ്ട്. ഇങ്ങനെ പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് ആ ലെറ്റർ മേടിച്ച് ഞാനിങ്ങനെ അച്ഛൻ്റെ അമ്മയുടെ കയ്യിലോട്ട് കൊടുക്കുന്ന രംഗോ, അവരെ കെട്ടിപ്പിടിച്ച് നിന്ന് ഫോട്ടോ എടുക്കുന്ന രംഗോ ഒക്കെ അവരുടെ ജീവിതത്തിൽ എത്ര നാളുകൊണ്ട് ആഗ്രഹിച്ചതാ. അവർ കിടക്കുന്ന എപ്പോഴും ഓർക്കുന്നതാണ്, എന്നാണ് എനിക്ക് ഈ ഒരു അഡ്വൈസ് ലെറ്റർ എന്നും പറഞ്ഞ് ആഗ്രഹിക്കുന്ന ഒത്തിരി പേരില്ലായിരുന്നു. അതേപോലെ നിങ്ങളും ആയിരിക്കണം. എത്രയും പെട്ടെന്ന് നല്ല സേഫ് സോണിൽ എത്തി നിങ്ങൾ അതിലേക്ക് മാറുക. ഞങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടായിരിക്കും. ഇന്ന് ഞാൻ കുറച്ച് കൺഫ്യൂസിങ് റിവിഷൻ ഫാക്ട്സ് ആയിരിക്കും കൊണ്ടുവരുന്നത്. മാക്സിമം പഠിക്കുക. നിങ്ങൾ ടെൻഷൻ അടിപ്പിക്കാനും ക്വസ്റ്റ്യൻ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറയാൻ പല ആൾക്കാരും വരും. പല യൂട്യൂബ് ചാനലിൽ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, 4 ഓപ്ഷനോടുകൂടി സ്റ്റേറ്റ്മെന്റ് ചോദ്യം ഭയങ്കരമായിരിക്കും. ആയിക്കോട്ടെ, പക്ഷെ ആദ്യം ബേസ് എല്ലാം കവർ ചെയ്ത് അതിലേക്ക് കുറേശ്ശെ എഴുതുക. കുറേശ്ശെ ഇറങ്ങണം. കുറേ OMR ചെയ്യുമ്പം നിങ്ങൾ ആ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ്
കുട്ടികളൊക്കെ ഇഷ്ടപ്പെട്ട് വരും. അപ്പോഴത്തേക്ക് നമ്മളെ GK പോലെ ആയി മാറുന്നേ ആ സ്റ്റേറ്റ്മെന്റ്. അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട, നിങ്ങൾക്ക് വേണ്ടിയല്ലേ ആ ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങളുടെ കുടുംബത്തിനും വേണ്ടിയല്ലേ. അതിനുവേണ്ടി ഇച്ചിരി സമയം നിങ്ങൾ മാറ്റിവെക്കുക. എല്ലാ വൈകുന്നേരങ്ങളിൽ കൂട്ടുകാരികളുടെ കറങ്ങാൻ പോകാതെ, അതുപോലെ പെൺകുട്ടികളാണെങ്കിൽ മാക്സിമം സീരിയലുകളൊക്കെ ഒഴിവാക്കുക. സീരിയലുകളുടെ ഒരു ബഹളത്തിലോ ഒക്കെ കുട്ടികളെ പഠിപ്പിക്കണം, കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന അമ്മമാരൊക്കെ ഉണ്ട്. അവരോടൊക്കെ പറയുന്നത് അഡ്ജസ്റ്റ് ചെയ്യുക. എല്ലാം നേരത്തെ ഒതുക്കാവുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്, അത് ഒതുക്കുക. അതായത് എല്ലാം വന്ന് കഴിഞ്ഞിട്ടേ ഞാൻ പഠിക്കാൻ ഇരിക്കൂ എന്നല്ല, ഒരു ടൈം മാനേജ് ചെയ്ത് പഠിക്കാനിരിക്കും. അതായത് വൈകിട്ടത്തെ ജോലി എങ്ങനെയാണ്, കുട്ടികളെ ഹോംവർക്ക് എഴുതിക്കട്ടെ എങ്ങനെയാണ്, അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഒതുക്കേണ്ട, ആഹാരങ്ങളായാലും പാത്രങ്ങൾ കഴുകുന്നതായാലും വസ്ത്രങ്ങൾ കഴുകുന്നതായാലും അതൊക്കെ നേരത്തെ ടൈം മാനേജ് ചെയ്ത് അങ്ങ് ആക്കുക. അപ്പോഴത്തേക്ക് ഇങ്ങനെ പഠിക്കുന്ന ഒരു ടൈം നിങ്ങൾക്ക് കൂടുതൽ കിട്ടും കേട്ടോ. പഠിക്കുന്ന ഒരു ടൈം കൂടുതൽ കിട്ടിയാൽ ഏറ്റവും നല്ലതല്ലേ. അപ്പോൾ ഓരോ ദിവസവും ഒരു അരമണിക്കൂർ കഴിഞ്ഞ ദിവസത്തേക്കാൾ കൂടുതൽ കിട്ടിയാൽ നിങ്ങൾക്ക് ഒരു 500 ചോദ്യമെങ്കിലും വായിക്കാൻ കഴിയും കേട്ടോ. കറണ്ട് അഫേഴ്സ് ശ്രദ്ധിച്ചോണേ, മാർക്ക് പോവാതെ നോക്കുക. 1 ഇയർ കറണ്ട് അഫേഴ്സ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. 2023 ഫുള്ള് കറണ്ട് അഫേഴ്സ്, 22 പറ്റുന്ന പഠിച്ചോണം. പിന്നെ കുറച്ച് ഇപ്പോൾ 24 കറക്റ്റ് ഓരോ ദിവസം കിട്ടുന്ന കറണ്ട് അഫേഴ്സ് എഴുതി പോകണേ. അതൊക്കെ എഴുതി പോകുമ്പോൾ സെറ്റ് ആവുന്നത്. ധൈര്യമായിട്ടിരി. നിങ്ങളുടെ കഷ്ടപ്പാടുണ്ടോ, തീർച്ചയായിട്ടും നിങ്ങൾ അതിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ, എവിടെയെങ്കിലും നിങ്ങൾക്ക് അത് പ്രയോജനം ഉണ്ടാവും. ആദ്യമൊന്നും തരത്തില്ലായിരിക്കും, പക്ഷേ കുറേ നാൾ കഴിഞ്ഞ് അതിലേക്ക് നിങ്ങൾ എത്തിച്ചേരും. നമുക്ക് തുടങ്ങാം. ഇന്നത്തെ കൺഫ്യൂസിങ് ഫാക്ട്സ് എന്താണ്? ഇന്നത്തെ കൺഫ്യൂസിങ് ഫാക്ട്സ് ഒന്നാമത്തെ ചോദ്യം ഒന്ന് നോക്കേ. ചിപ്കോ പ്രസ്ഥാനം സ്ഥാപിച്ചതാരാണ്? നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട് അല്ലേ. ചിപ്കോ പ്രസ്ഥാനം സ്ഥാപിച്ചതാരെന്ന് വെച്ചാൽ സുന്ദർലാൽ ബെഗുഗുണ അല്ലെ. പക്ഷേ യഥാർത്ഥത്തിൽ ചാന്തി പ്രസാദ് ഭട്ടാണ് ഇത് സ്ഥാപിച്ചത്. ഇതിന് നേതൃത്വം കൊടുത്തതാണ് ചിപ്കോ നമ്മുടെ സുന്ദർലാൽ ബെഗുഗുണ. പക്ഷേ PSC പരീക്ഷയ്ക്ക് ഇതാ കണ്ടിട്ടുള്ളത്. എന്നാലും മറ്റേ ആളെയും കൂടെ ഓർത്തു വെച്ചിരിക്കണം. ഏതാണ്? ചാന്തി പ്രസാദ് ഭട്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ചാന്തി പ്രസാദ് ഭട്ട് എന്ന് പറയുന്ന ആളാണ് ഇത് സ്ഥാപിച്ചത് എന്ന് പറയാറുണ്ട്. എന്നാലും ഇവർ രണ്ടുപേരെയും ഓർത്തു വെച്ചിരിക്കുക. ഇതിന് നേതൃസ്ഥാനം വഹിച്ചതാണ് സുന്ദർലാൽ ബെഗുഗുണ. ഏത് വർഷമാണ്? 1973 ഉത്തരാഖണ്ഡിലെ ചമോലി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇത് ആരംഭിച്ചത്. മറന്നുപോരുത്. ചിപ്കോ പ്രസ്ഥാനം ഉത്തരാഖണ്ഡിലാണ് സ്ഥാപിച്ചത്. ഹിമാലയത്തിലെ മരങ്ങൾ മുറിക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ് ചിപ്കോ പ്രസ്ഥാനം എന്ന് വിളിക്കുന്നത്. അപ്പൊ ചിപ്കോ പ്രസ്ഥാനം ആരുടെയാണ്? സുന്ദർലാൽ ബെഗുഗുണയുടെ. ഏത് വർഷമാ? വർഷം തെറ്റരുത്. LDCക്ക് ഉറപ്പായിട്ട് വർഷം ചോദിക്കുക. LDC LGSനൊക്കെ 1973 ഉത്തരാഖണ്ഡിലെ ചമോലിയിലാണ് ഇത് ആരംഭിച്ചത്. മരത്തെ ആലിംഗനം ചെയ്യുക എന്നതാണ് ഈ ചിപ്കോ എന്ന വാക്കിന് അർത്ഥം എന്താന്നൊക്കെ ചോദിച്ചാലും അല്ലെ. അതേ മാതൃകയിൽ കർണാടകയിൽ ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ് അപ്പിക്കോ പ്രസ്ഥാനം എന്ന് പറയുന്നത്. അതേ മാതൃകയിൽ കർണാടകയിൽ 10 വർഷം കൂട്ടിയാൽ മതി, 1983 കേട്ടോ. കർണാടകയിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് അപ്പിക്കോ പ്രസ്ഥാനം. സ്ഥാപകനാരാന്നറിയാമോ? പാണ്ഡുരംഗ ഹെഡ്ഗെ. കർണാടകയിൽ ആരംഭിച്ച പ്രസ്ഥാനം പാണ്ഡുരംഗ ഹെഡ്ഗെയാണ്. അപ്പൊ 2 പഠിച്ചേ. ചിപ്കോ പ്രസ്ഥാനം സ്ഥാപിച്ചത് സുന്ദർലാൽ ബെഗുഗുണ ഉത്തരാഖണ്ഡിലെ. അപ്പിക്കോ പ്രസ്ഥാനം സ്ഥാപിച്ചത് പാണ്ഡുരംഗ ഹെഡ്ഗെ. എവിടെയാണ്? കർണാടകയിലാണ്. കർണാടകയെ കുറിച്ചൊക്കെ ഒത്തിരി നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണം ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല സ്വർണം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം അല്ലെ. സ്വർണം, ആന, ചന്ദനം, കാപ്പി, സിൽക്ക്, സൂര്യകാന്തി ഇങ്ങനെ തുടങ്ങിയവ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് വെച്ചാൽ നിങ്ങൾ പറയേണ്ടത് ഏതാണ്? കർണാടക അല്ലെ. ഏതൊക്കെയാണ്? സ്വർണം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് കർണാടക, കാപ്പി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് കർണാടക, ചന്ദനം ഏറ്റവും കൂടുതൽ കർണാടക, സൂര്യകാന്തി, പട്ട് മറന്നുപോലെ സിൽക്ക് ഏറ്റവും കൂടുതൽ, ആനകൾ ഏറ്റവും കൂടുതൽ ഉള്ളത് കർണാടക. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് കർണാടകയിൽ. ഓക്കെ. അപ്പൊ സ്വർണം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കർണാടക. കാപ്പിയുടെ കാര്യം മറന്നു പോരുത്. കാപ്പി റോബസ്റ്റ, അത് ഒരു അത്യുൽപാദന ശേഷിയുള്ള ഒരു കാപ്പി ഇനമാണ് റോബസ്റ്റ. അറബിക്ക ഇതൊക്കെ ചോദിച്ചിട്ടില്ലേ? അറബിക്ക ഇതൊക്കെ കാപ്പിക്കുരു ഇനമാണ് കർണാടകയിൽ. കേരളത്തിൽ കാപ്പി ഏറ്റവും കൂടുതൽ എവിടെയാണ്? കേരളത്തിൽ കാപ്പി ഏറ്റവും കൂടുതൽ വയനാട് ജില്ലയിലാണ് അല്ലെ. കാപ്പി ഏറ്റവും കൂടുതൽ വയനാട് ജില്ലയിൽ. കാപ്പി ഗവേഷണ കേന്ദ്രം എവിടെ? കേരളത്തിലെ കാപ്പി ഗവേഷണ കേന്ദ്രം ചൂണ്ടയിൽ. വയനാട് ചൂണ്ടയിലാണ് കാപ്പി ഗവേഷണ കേന്ദ്രം. വയനാട് തന്നെയല്ലേ ഇഞ്ചി ഗവേഷണ കേന്ദ്രവും വരുന്നത്? അമ്പലവയൽ അല്ലെ. ഇഞ്ചി ഗവേഷണ കേന്ദ്രം എവിടെയെന്ന് വെച്ചാൽ വയനാട്. കാപ്പി ഗവേഷണ കേന്ദ്രം എവിടെയെന്ന് വെച്ചാൽ വയനാട് ചൂണ്ടയിലാണ്. വയനാടല്ലേ പക്ഷിപ്പാതാളം ഉണ്ടായിരുന്നത് അല്ലേ? പക്ഷിപ്പാതാളം വയനാടല്ലേ. ഏത് കുന്നുകളിലാന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷിപ്പാതാളം ബ്രഹ്മഗിരി കുന്നുകൾ അല്ലേ. വയനാട് ജില്ലയിലെ ബ്രഹ്മഗിരി കുന്നുകളിലാണ് പക്ഷിപ്പാതാളം സ്ഥിതി ചെയ്യുന്നത്. ബ്രഹ്മഗിരി കുന്നുകളിൽ. അതുപോലെ
അതുപോലെ വയനാട് ജില്ലയിൽ മീൻമുട്ടി വെള്ളച്ചാട്ടം ഫേമസ് അല്ലേ? വയനാട് ജില്ലയിൽ മീൻമുട്ടി വെള്ളച്ചാട്ടം. പിന്നെ അതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വയനാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ഈ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഏതെന്ന് ചോദിച്ചാൽ പൂക്കോട് തടാകം. വയനാട് ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം, ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം, ഏറ്റവും വടക്കേറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം അല്ലെ? ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം, ഏറ്റവും വടക്കേറ്റത്തെ ശുദ്ധജല തടാകം, ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം ഏതെന്നൊക്കെ ചോദിച്ചാൽ ഏതാ പറയേണ്ടത്? അത് നമ്മുടെ വയനാട് ജില്ലയിലെ പൂക്കോട് തടാകം. പൂക്കോട് ഭൂപടാകൃതിയിലല്ലേ പൂക്കോട് തടാകം? ഭൂപടാകൃതിയിലാണ് പൂക്കോട് തടാകം. ഹൃദയാകൃതിയിലും വയനാട്ടിൽ തന്നെയാണ് തടാകം. ഏതാ വയനാട്ടിൽ ഹൃദയാകൃതിയിലുള്ള തടാകം വരുന്നത്? അത് ഏതെന്ന് ചോദിച്ചാൽ മേപ്പാടി തടാകമാണ്. അപ്പം ഹൃദയാകൃതിയിലുള്ള തടാകം മേപ്പാടി, ഭൂപടാകൃതിയിലുള്ള തടാകം ഏതാണ്? വയനാട് പൂക്കോട് തടാകവുമാണ്. മറന്നുപോരുത്. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം സിക്കിമിലെ ചോലാമു തടാകം. നമ്മൾ പഠിച്ചിട്ടില്ലേ? സിക്കിമിലെ ചോലാമു തടാകമാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് സിക്കിമിലാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന കൺഫ്യൂസിംഗ് ഫാക്ട്സിലേക്ക് വരാം. ചിപ്കോ പ്രസ്ഥാനം സ്ഥാപിച്ചതാര? സുന്ദർലാൽ ബെഗുഗുണ. ഏത് വർഷമാ? 1973 ഉത്തരാഖണ്ഡിൽ. ഉത്തരാഖണ്ഡിലെ ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ പാർക്ക് ഏതാ? ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ പാർക്ക് ഉത്തരാഖണ്ഡിൽ ജിം കോർബറ്റ് ദേശീയ പാർക്ക് അല്ലെ? ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ പാർക്ക് ജിം കോർബറ്റ് ദേശീയ പാർക്ക് ഉത്തരാഖണ്ഡിലാണ്. ഓക്കെ, ഇത് രാംഗംഗ നദിയുടെ തീരത്താണെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? അതുപോലെ 1973 വന്ന പ്രോജക്ട് ടൈഗറും 1992 വന്ന പ്രോജക്ട് എലിഫന്റും വന്നത് ഈ ജിം കോർബറ്റിലാണ്. ആദ്യമായി പ്രോജക്ട് എലിഫന്റും പ്രോജക്ട് ടൈഗർ പദ്ധതി നടപ്പിലാക്കിയ ദേശീയ പാർക്ക് ഏതാണ്? ജിം കോർബറ്റ് ദേശീയ പാർക്ക്. ആദ്യകാല നാമം ഓർമ്മയുണ്ടോ? ജിം കോർബറ്റ് ദേശീയ പാർക്കിന്റെ ആദ്യകാല നാമം അത് ഹെയ്ലി നാഷണൽ പാർക്ക് അല്ലെ? ജിം കോർബറ്റ് നാഷണൽ പാർക്കിന്റെ ആദ്യകാല നാമം എന്താണ്? ഹെയ്ലി നാഷണൽ. ഏത് നദിയായിരുന്നത്? രാംഗംഗ നദിയുടെ തീരത്താണ് ജിം കോർബറ്റ് ദേശീയ പാർക്ക്. ഉത്തരാഖണ്ഡിന്റെ തലസ്ഥാനം എന്താണ്? ഉത്തരാഖണ്ഡിന്റെ തലസ്ഥാനം ഡെറാഡൂൺ ആണ് അല്ലെ? ഇന്ത്യയുടെ സ്കൂൾ തലസ്ഥാനം എന്ന് വിളിക്കുന്നതും ഡെറാഡൂണിനെ. ഇന്ത്യയുടെ സ്കൂൾ തലസ്ഥാനം. ഞാനിങ്ങനെ പറഞ്ഞാൽ കയറി പോകും. ഇതിനിട്ട് മനസ്സിലായില്ലേ? അപ്പിക്കോ പ്രസ്ഥാനവും ഇത് മനസ്സിലായി. സ്ഥാപകനാര? പാണ്ഡുരംഗ ഹെഡ്ഗെ. ഇത് വൃക്ഷങ്ങളുടെയും വനങ്ങളുടെയും സംരക്ഷണത്തിന് വേണ്ടി കർണാടകയിൽ ആരംഭിച്ച പ്രസ്ഥാനം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. സസ്യ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മൂലകം ഏതാ? വളർച്ചയ്ക്ക് കൂടുതൽ വേണ്ടത് നൈട്രജൻ ആണ് അല്ലെ? പക്ഷെ സസ്യങ്ങളിൽ കൂടുതൽ കാണപ്പെടുന്ന മൂലകം കാർബൺ ആണ്. സസ്യ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മൂലകം നൈട്രജനും സസ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ്? കാർബൺ ആണ് നമ്മൾ പറയേണ്ടത്. ഓർത്ത് വെച്ചിരിക്കുക. നൈട്രജന് വേറെ എന്തൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്? അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ളത് അല്ലേ? അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ളത് നൈട്രജനാണ്. പക്ഷെ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ ഓക്സിജൻ ആണ് അല്ലെ? ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ ഓക്സിജൻ ആണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ നൈട്രജൻ ആണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ ഹൈഡ്രജൻ ആണ് അല്ലെ? പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ഹൈഡ്രജനാണ്. സൂര്യനിൽ ഏറ്റവും കൂടുതലും ഹൈഡ്രജൻ അല്ലേ? സൂര്യനിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഹൈഡ്രജനാണ്. സൂര്യനിലെ പ്രവർത്തന തത്വം ഏതാണ്? സൂര്യനിൽ നടക്കുന്ന പ്രവർത്തന തത്വം, സൂര്യനിലും നക്ഷത്രങ്ങളിലും ഹൈഡ്രജൻ ബോംബിലും ഒക്കെ നടക്കുന്ന പ്രവർത്തന തത്വം ഏതാ? സൂര്യൻ, നക്ഷത്രം, ഹൈഡ്രജൻ ബോംബ്, ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ്. സൂര്യനിലും ഹൈഡ്രജൻ ബോംബിലും നക്ഷത്രങ്ങളിലും ഒക്കെ നടക്കുന്ന പ്രവർത്തന തത്വം ഏതാണ്? ഹൈഡ്രജൻ ബോംബിലും ഒക്കെ നടക്കുന്ന പ്രവർത്തന തത്വം ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ്. പറഞ്ഞു വരുന്നത് ന്യൂക്ലിയർ ഫ്യൂഷൻ. അണു സംയോജനം. ആറ്റം ബോംബിൽ നടക്കുന്നത് ന്യൂക്ലിയർ ഫിഷനേ ഉള്ളൂ കേട്ടോ. ന്യൂക്ലിയർ ഫിഷൻ, അണുവിഘടനം എന്ന് വിളിക്കും. അപ്പം ആറ്റം ബോംബിൽ ന്യൂക്ലിയർ ഫിഷൻ ആണെങ്കിൽ ഹൈഡ്രജൻ ബോംബിൽ ഏതാണ്? ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ്. സസ്യ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മൂലകം ഏതാ? നൈട്രജൻ. സസ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാ? കാർബൺ ആണ്. ഓക്കെ, ഇത് കിട്ടുമല്ലോ. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്തത്. അടുത്ത മൂന്നാമത്തെ ചോദ്യം നോക്കേ. ഔഷധ സസ്യങ്ങളുടെ മാതാവ് LGS-നൊക്കെ എപ്പോഴും ചോദിച്ചു കണ്ടതുകൊണ്ടാണ്. ഔഷധ സസ്യങ്ങളുടെ മാതാവ് തുളസിയാണ്. കൃഷ്ണ തുളസി എന്നൊക്കെ പറയും. പക്ഷെ ഗ്രാമത്തിലെ ഔഷധശാല എന്നറിയപ്പെടുന്ന മരം വേപ്പാണ് കേട്ടോ. ഗ്രാമത്തിലെ ഔഷധശാല എന്നറിയപ്പെടുന്നത് ഏതാണ്? വേപ്പ്. അപ്പോൾ ഔഷധ സസ്യങ്ങളുടെ മാതാവ് ആരാ? തുളസിയാണ് ഔഷധ സസ്യങ്ങളുടെ മാതാവ് എന്ന് വിളിക്കുന്നത്. ഓർത്തേക്കെ. ഈ നമ്മുടെ ആയോധന കലയുടെ മാതാവ് ആരാ? ആയോധന കലയുടെ മാതാവ് അത് നമ്മൾ പറയേണ്ടത് കളരിപ്പയറ്റിനെയാണ്. ആയോധന കലയുടെ മാതാവ് എന്ന് വിളിക്കുന്നത് എന്തിനാണ്? കളരിപ്പയറ്റിനെയാണ് അല്ലേ? ഈ പ്രാഥമിക ശില എന്നൊക്കെ വിളിക്കുന്നത്
അതും ഒരു മാതാവ് നമ്മൾ പഠിക്കില്ലേ, മാതൃശില എന്നൊക്കെ വിളിക്കുന്നത് ആഗ്നേയശില. ഒരു മാതാവ് എന്ന് വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞത് ആഗ്നേയശില അല്ലെ. പ്രാഥമിക ശില, മാതൃശില എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? ആഗ്നേയശിലയാണ്. ഓർത്ത് വെച്ചിരിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത സന്തോഷ് ട്രോഫി ടൂർണമെന്റിൽ 2ാം സ്ഥാനക്കാർക്കും 3ാം സ്ഥാനക്കാർക്കും കിട്ടുന്ന ട്രോഫിയുടെ പേരെന്താന്ന് ചോദിച്ചിട്ടുണ്ട്. 1941 സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റ് തുടങ്ങുന്നത് കേട്ടോ. 1941 ഏറ്റവും കൂടുതൽ നേടിയിട്ടുള്ളത് ബംഗാളാണ്. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റ് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത് ബംഗാളിന്. 1ാം സ്ഥാനം കിട്ടുന്നവർക്കാണ് സന്തോഷ് ട്രോഫി കൊടുക്കുന്നത് അല്ലെ. മന്മഥറായി ചൗധരിയുടെ ഓർമ്മയ്ക്കായിട്ടാണ് സന്തോഷ് ട്രോഫി ഫുട്ബോൾ തുടങ്ങിയത്. മന്മഥറായി ചൗധരിയുടെ ഓർമ്മയ്ക്കായിട്ട്. സന്തോഷ് ട്രോഫി ടൂർണമെന്റിൽ 1ാം സ്ഥാനക്കാർക്ക് സന്തോഷ് ട്രോഫിയും 2ാം സ്ഥാനക്കാർക്ക് കമലാ ഗുപ്ത ട്രോഫിയും 3ാം സ്ഥാനക്കാർ സാംബാജി കപ്പുമാണ് കൊടുക്കുന്നത്. അപ്പം സന്തോഷ് ട്രോഫി ടൂർണമെന്റ് തുടങ്ങിയത് 1941. 1ാം സ്ഥാനക്കാർക്ക് കിട്ടുന്നത് സന്തോഷ് ട്രോഫി, 2ാം സ്ഥാനക്കാർക്ക് കിട്ടുന്നത് കമലാ ഗുപ്ത ട്രോഫി, 3ാം സ്ഥാനക്കാർക്ക് കിട്ടുന്നത് സാംബാജി കപ്പാണ്. സാംബാജി. കേരളം എന്നാണ് സന്തോഷ് ട്രോഫി ആദ്യമായിട്ട് നേടിയത്? 1973. കേരളം ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി നേടിയത് 1973. സന്തോഷ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അതിപ്പോൾ ഇന്ത്യയിലില്ല കേട്ടോ, ബംഗ്ലാദേശിലാണ്. സന്തോഷ് എന്ന് പറയുന്ന സ്ഥലം ഇപ്പം ബംഗ്ലാദേശിലാണ് അല്ലെ. ബംഗ്ലാദേശിന്റെ ദേശീയ വിനോദം ഏതാണ്? ബംഗ്ലാദേശിന്റെ ദേശീയ വിനോദം കബഡി. കബഡിയാണ് ബംഗ്ലാദേശിന്റെ ദേശീയ വിനോദം. 7 പേരാണ് കബഡിയിലുള്ളത്. 7 പേരാണ് കബഡിയിലുള്ളത്. ഇന്ത്യയെ പോലെ റോയൽ ബംഗാൾ കടുവ ദേശീയ മൃഗമായ ഇന്ത്യൻ സംസ്ഥാനമാണ് രാജ്യമാണ് ബംഗ്ലാദേശ്. ഇന്ത്യയെ പോലെ റോയൽ ബംഗാൾ കടുവ ദേശീയ മൃഗമായിട്ടുള്ള രാജ്യം ഏതാണ്? ബംഗ്ലാദേശ്. ബംഗ്ലാദേശിന്റെ തലസ്ഥാനമല്ലേ ധാക്ക. ധാക്കയിൽ വെച്ച് എന്താ രൂപീകരിച്ച്? മുസ്ലിം ലീഗ് അല്ലെ. 1906 അഗാഖാനും സലിമുള്ള ഖാനും ചേർന്ന് മുസ്ലിം ലീഗ് രൂപീകരിച്ചത് ബംഗ്ലാദേശിന്റെ തലസ്ഥാനമായ ധാക്കയിൽ വെച്ചാണ് അല്ലെ. ഏത് വർഷമാണ്? 1906. അഗാഖാനും സലിമുള്ള ഖാനും ചേർന്നാണ് മുസ്ലിം ലീഗ് രൂപീകരിച്ചത് 1906. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഏതെന്ന് വെച്ചാൽ മലയാളത്തിലെ ആദ്യത്തെ ഡിറ്റക്റ്റീവ് നോവൽ ഏതെന്ന് വെച്ചിട്ടുണ്ട്. മലയാളത്തിലെ ആദ്യത്തെ ഡിറ്റക്റ്റീവ് നോവൽ ഭാസ്കര മേനോനാണ്. അപ്പൻ തമ്പുരാൻ എഴുതിയ ഭാസ്കര മേനോൻ കേട്ടോ. രണ്ടും കൂടെ തിരിഞ്ഞു പോരുത്. ആദ്യത്തെ ഡിറ്റക്റ്റീവ് കുറ്റാന്വേഷണ നോവൽ ഭാസ്കര മേനോൻ, അപ്പൻ തമ്പുരാനെ ഭാസ്കര മേനോൻ. മലയാളത്തിൽ ആദ്യ സൈബർ നോവൽ ഇപ്പോഴത്തെ ഫയർഫോഴ്സ് പരീക്ഷയ്ക്ക് ഇത് ചോദിച്ചായിരുന്നു. എം മുകുന്ദന്റെ നൃത്തമാണ്. മലയാളത്തിൽ ആദ്യ സൈബർ നോവൽ എം മുകുന്ദന്റെ ഏതായിരുന്നത്? നൃത്തമാണ് എം മുകുന്ദന്റെ. ഓക്കെ. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏതാണെന്നറിയാമോ? മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ വാസനാവികൃതി. മലയാളത്തിലെ ആദ്യം ചെറുകഥ ഏതെന്ന് ചോദിച്ചാൽ വാസനാവികൃതിയാണ് നിങ്ങൾ പറയേണ്ടത്. വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരുടെ ആദ്യത്തെ. മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏതാ? മലയാളത്തിലെ ആദ്യ നോവൽ ഏതെന്ന് ചോദിച്ചാൽ കുന്തലത, അപ്പു നെടുങ്ങാടിയുടെ കുന്തലത. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ചോദിച്ചാലാണ് O ചന്തുമേനോന്റെ ഇന്ദുലേഖ നമ്മൾ പറയുന്നത് അല്ലേ. ഇന്ദുലേഖ നമ്മൾ പറയുന്നത്. അതുപോലെ മലയാളത്തിലെ ആദ്യത്തെ ഖണ്ഡകാവ്യം ഏതാണെന്നറിയാമോ? മലയാളത്തിലെ ആദ്യ ഖണ്ഡകാവ്യം മലയവിലാസം കേട്ടോ. മലയവിലാസമാണ് മലയാളത്തിലെ AR രാജരാജവർമ്മയുടെ മലയവിലാസമാണ് ആദ്യ ഖണ്ഡകാവ്യം. ലക്ഷണമൊത്ത ഖണ്ഡകാവ്യം നമ്മുടെ കുമാരനാശാന്റെ വീണപൂവാണ് കേട്ടോ. കുമാരനാശാന്റെ വീണപൂവ്. അപ്പൊ മലയാളത്തിലെ ആദ്യ സൈബർ നോവൽ ഏതാണ്? നൃത്തം, എം മുകുന്ദന്റെ നൃത്തം. മയ്യഴിയുടെ കഥാകാരൻ എന്ന് വിളിക്കുന്നതല്ലേ എം മുകുന്ദൻ? മയ്യഴിയുടെ കഥാകാരൻ. മയ്യഴി ഗാന്ധി ഐക്യ കുമാരൻ മാസ്റ്റർ അല്ലെ. മയ്യഴി ഗാന്ധി ഐക്യ കുമാരൻ മാസ്റ്ററും മയ്യഴിയുടെ കഥാകാരൻ നമ്മൾ പറയേണ്ട എം മുകുന്ദനാണ് അല്ലെ. എം മുകുന്ദന്റെ 2-3 കൃതികളല്ലേ? ദൈവത്തിന്റെ വികൃതികൾ, ഹരിദ്വാറിൽ മണി മുഴങ്ങുന്നു, മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ അല്ലെ. ഇതൊക്കെ എം മുകുന്ദന്റെ. ഡൽഹി ഗാഥകൾ, ഇതൊക്കെ എം മുകുന്ദന്റെ പ്രശസ്ത കൃതികളാണ്. ഓക്കെ. മലയാളത്തിൽ ആദ്യ സൈബർ നോവൽ നൃത്തമാണ് എം മുകുന്ദന്റെ. ആദ്യ കുറ്റാന്വേഷണ നോവൽ ഭാസ്കര മേനോൻ, അപ്പൻ തമ്പുരാന്റെ. അടുത്തൊക്കെ ഞാനെന്ന ആത്മകഥ നമ്മുടെ NN പിള്ളയുടെ ഗോഡ് ഫാദറിലേക്ക് അഭിനയിച്ച NN പിള്ളയുടെ. പക്ഷെ ഞാനെന്ന അഭാവം സുലോചന നാലപ്പാടിന്റെ ആയിരുന്നു. ഞാനെന്ന അഭാവം ആരുടെ ആത്മകഥയുടെ? സുലോചന നാലപ്പാടിന്റെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കെ. UN പതാകയുടെ നിറം ഇളം നീല. ഇളം നീല പശ്ചാത്തലത്തിൽ വെള്ള ഒലിവില. അങ്ങനെ പഠിച്ചു നോക്കണേ. UN പതാകയുടെ നിറം എന്നാണ് UN വന്നത്? 45 ഒക്ടോബർ 24 UN വന്നത്. UN പതാകയുടെ നിറം 1945 ഒക്ടോബർ 24 വന്നു. UN ദിനം എന്നൊക്കെ ചോദിച്ചാൽ ഒക്ടോബർ 24 ഇളം നീലയാണ് അല്ലെ. UN മനുഷ്യാവകാശ പ്രഖ്യാപനം എന്നായിരുന്നു ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ പ്രഖ്യാപനം. അത് നല്ലോണം ആവർത്തിച്ചിട്ടുണ്ട്. 1948 ഡിസംബർ 10 അല്ലെ. ഡിസംബർ 10. അതുകൊണ്ടാണല്ലോ ഡിസംബർ 10 ഏത് ദിനം നമ്മൾ പറയുന്നത്? മനുഷ്യാവകാശ ദിനം എന്ന് വിളിക്കുന്നത് ഡിസംബർ 10 അല്ലേ. ഒളിമ്പിക്സ് പതാകയുടെ നിറം വെള്ളയാണ്. ഒളിമ്പിക്സ് പതാകയുടെ നിറം എന്താ? വെള്ളയാണ് നമ്മൾ പറയേണ്ടത്. UN പതാക
പതാകയുടെ നിറം ഇളം നീല. ഒളിമ്പിക്സ് പതാകയുടെ നിറം ഏതാണ്? വെള്ള. വെള്ളയിൽ 5 വളയങ്ങൾ, ഭൂഖണ്ഡത്തെ സൂചിപ്പിക്കുന്ന വളയങ്ങളുണ്ട്. ഓക്കെ, അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇളം നീലയാണ്. നമ്മുടെ ഓസോണിന്റെ നിറവും നീലയല്ലേ. ഓസോണിന്റെ നിറം ഏതെന്ന് വെച്ചിട്ടുണ്ട്, അതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. റേഡിയേഷനും ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന എക്സ്റേ ഏതാണ്? ഹാർഡ് എക്സ്റേ. എക്സ്റേയിൽ ഹാർഡ് എക്സ്റേ. പക്ഷെ ആന്തരിക അവയവങ്ങളുടെ ഫോട്ടോ എടുക്കാൻ സോഫ്റ്റ് എക്സ്റേ മതി. നമുക്ക് ഏത് എക്സ്റേ മതി? സോഫ്റ്റ് എക്സ്റേ മതി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. അടുത്ത ക്വസ്റ്റ്യൻ ഏതെന്ന് ചോദിച്ചാൽ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള നല്ലൊരു ക്വസ്റ്റ്യനാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ബാങ്ക് ഓഫ് കൊച്ചി അല്ലേ, ജപ്പാൻ. ബാങ്ക് ഓഫ് കൊച്ചി സ്ഥിതി ചെയ്യുന്നത് ജപ്പാനിലാണ്. മിനി ജപ്പാൻ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ സ്ഥലം ശിവകാശിയാണ്. മിനി ജപ്പാൻ. ബാങ്ക് ഓഫ് കൊച്ചി എവിടെയാണ്? കൊച്ചി. ലോകത്തിന്റെ സമാധാന നഗരം ജപ്പാനിലല്ലേ? ഏതായിരുന്നു? ഹിരോഷിമ അല്ലേ. ലോകത്തിന്റെ സമാധാന നഗരം എന്ന് വിളിക്കുന്നത് ഹിരോഷിമയിലാണ്. ഓഗസ്റ്റ് 6-ന് ഹിരോഷിമയിൽ ബോംബിട്ടു. ഓഗസ്റ്റ് 9-ന് 1945 ഓഗസ്റ്റ് 6-ന് ഹിരോഷിമയിലും ആഗസ്റ്റ് 9-ന് നാഗസാക്കിയിലും. ഹിരോഷിമയിൽ ബോംബിട്ടത് ലിറ്റിൽ ബോയി, നാഗസാക്കിയിൽ ബോംബിട്ടത് ഫാറ്റുമാനാണ്. നാഗസാക്കിയിൽ ബോംബിട്ടത് ഫാറ്റുമാൻ എന്ന് പറയുന്ന ബോംബാണ്. മിനി ജപ്പാൻ എന്ന് വിളിക്കുന്നത് ശിവകാശി. പടക്കങ്ങൾക്കൊക്കെ ഫേമസ് ആയ ഇന്ത്യയിലെ സ്ഥലം തന്നെ ശിവകാശിയാണ് അല്ലേ. പടക്കങ്ങൾക്ക് ഫേമസ്, തീപ്പെട്ടി നിർമ്മാണത്തിന് ഫേമസ്, ഇതൊക്കെ ചോദിച്ചാൽ നമ്മൾ ശിവകാശി. ജപ്പാന്റെ പഴയ പേര് ഓർമ്മയുണ്ടോ നിങ്ങൾക്കൊക്കെ? ജപ്പാന്റെ പഴയ പേര് നിപ്പോൺ എന്നാണ്. ജപ്പാന്റെ പഴയ പേര് നിപ്പോൺ എന്നാണ് നമ്മൾ പറയുന്നത്. മലപ്പുറത്തിന്റെ ഊട്ടി കൊടുകുത്തി മലയാണ്. പക്ഷെ മലബാറിന്റെ ഊട്ടി വയലാട. കോഴിക്കോട് ജില്ലയിലെ വയലാട എന്നാണ് മലബാറിന്റെ ഊട്ടി പറയേണ്ടത്. മലപ്പുറത്തിന്റെ ഊട്ടി മലപ്പുറത്തെ കൊടുകുത്തി മലയിലാണ് നമ്മൾ പറയേണ്ടത്. തെന്മല അണക്കെട്ടിന്റെ മറ്റൊരു പേര് കണ്ടോ? കല്ലട പരപ്പാർ അണക്കെട്ട്. തെന്മല അണക്കെട്ട് കല്ലട പരപ്പാർ അല്ലേ. കല്ലട നദിയാണ്, കല്ലടയാറാണ് തെന്മല അണക്കെട്ടിന്റെ മറ്റൊരു പേര്. തെന്മല അണക്കെട്ട് വന്നത് 1886 കൂടിയാണ് ഇത് വരുന്നത്. 1961, 68, 86 വരെ ഇതിന്റെ പണി നടന്നു. തുടങ്ങിയത് 61-ല്, പക്ഷെ സ്ഥാപിക്കുന്നത് 86. അപ്പൊ തെന്മല അണക്കെട്ടിന്റെ മറ്റൊരു പേര് കല്ലട പരപ്പാർ അണക്കെട്ട്. ടെക്നോ പാർക്ക് വന്നത് ഏത് വർഷം? 90, തിരുവനന്തപുരം. ടെക്നോ പാർക്ക്. ഇൻഫോ പാർക്ക് 2004 കൊച്ചിയിലാണ്. ടെക്നോ പാർക്ക് 1990 തിരുവനന്തപുരത്ത്. 91 എന്താ വന്നത്? 1991 തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം വന്ന വർഷം കേട്ടോ. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം 1991. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. KP കേശവമേനോന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത് കഴിഞ്ഞ കാലം കേട്ടോ. കഴിഞ്ഞ കാലം. അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരും ഇത് തന്നെയാണ്. KP കേശവമേനോന്റെ ആത്മകഥയുടെ പേരെന്താണ്? കഴിഞ്ഞ കാലം. പക്ഷെ അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി രാഷ്ട്രപിതാവ് എന്ന് പറയുന്ന ഒരു പ്രശസ്ത കൃതിക്ക് 1969 കിട്ടുന്നത്. അപ്പൊ KP കേശവമേനോന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത് കഴിഞ്ഞ കാലം. 1958 KP കേശവമേനോന് കേരളത്തിന്റെ സാഹിത്യ അവാർഡ് കിട്ടിയത് രാഷ്ട്രപിതാവിനാണ്. കേരളത്തിന്റെ വന്ധ്യവയോധികൻ KP കേശവമേനോനാണ് കേട്ടോ. കേരളത്തിന്റെ വന്ധ്യവയോധികൻ KP കേശവമേനോൻ. കേരളത്തിൽ ഹോം റൂൾ സൊസൈറ്റിയുടെ സ്ഥാപകൻ KP കേശവമേനോൻ. മാതൃഭൂമി പത്രം ഉണ്ടല്ലോ, 1923 മാതൃഭൂമി പത്രം സ്ഥാപിച്ചതൊക്കെ KP കേശവമേനോനാണ്. മാതൃഭൂമി പത്രം കോഴിക്കോട് ജില്ലയിൽ നിന്നും KP കേശവമേനോനാണ് സ്ഥാപിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരെന്താ? കഴിഞ്ഞ കാലമാണ് KP കേശവമേനോന്റെ ആത്മകഥയുടെ പേര്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. ആലുവയിൽ അദ്വൈതാശ്രമമുണ്ട്, നമുക്ക് കാലടിയിൽ അദ്വൈതാശ്രമമുണ്ട്. ആലുവയിൽ അദ്വൈതാശ്രമം ശ്രീനാരായണ ഗുരു 1913 കേട്ടോ. എടുത്തു ചോദിക്കുകയാണ് കാലടിയിലെ അദ്വൈതാശ്രമം. ശ്രീരാമകൃഷ്ണാശ്രമം എന്നാണ് അതിന്റെ പേര് തന്നെ. ആഗമാനന്ദ സ്വാമികൾ 1936 കേട്ടോ. അപ്പൊ ആലുവയിൽ അദ്വൈതാശ്രമം ശ്രീനാരായണ ഗുരു 1913, കാലടിയിൽ അദ്വൈതാശ്രമം ആഗമാനന്ദ സ്വാമികൾ 1936. നല്ലൊരു ചോദ്യമല്ലേ. പിന്നെ അത് ശ്രദ്ധിക്കേണ്ടത്, കേരളത്തിന്റെ വിവേകാനന്ദൻ എന്ന് വിളിക്കുന്നത് ഈ ആഗമാനന്ദ സ്വാമികളെയാണ്. പ്രബുദ്ധ കേരളം എന്ന പത്രം ഇദ്ദേഹത്തിന്റെ ആയിരുന്നു കേട്ടോ. പ്രബുദ്ധ കേരളം എന്ന പത്രം കേരളത്തിന്റെ വിവേകാനന്ദൻ എന്നൊക്കെ വിളിക്കുന്നത് ആരെയുടെ? ആഗമാനന്ദ സ്വാമികൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കെ എഴുതിയിട്ടുണ്ട്. പ്രബുദ്ധ ഭാരതം സ്വാമി വിവേകാനന്ദന്റെയും പ്രബുദ്ധ കേരളം ആഗമാനന്ദ സ്വാമികളെയാണ് കേട്ടോ. പ്രബുദ്ധ ഭാരതം സ്വാമി വിവേകാനന്ദൻ, പ്രബുദ്ധ ഭാരതം, ഉദ്ബോധനം, ഇതൊക്കെ സ്വാമി വിവേകാനന്ദന്റെ പ്രശസ്ത പത്രങ്ങൾ, മാസികകളാണ്. പോസിറ്റീവ് ചാർജുള്ള അയോണുകളെ കാറ്റയോണുകൾ എന്നും നെഗറ്റീവ് ചാർജുള്ള അയോണുകളെ ആനയോണുകൾ എന്നും വിളിക്കുന്നുണ്ട്. നെഗറ്റീവ് ചാർജ് ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ കോസ്മോഗണിയാണ്. ഉൽപ്പത്തി. പക്ഷെ പ്രപഞ്ച ഘടനയെന്നാണെങ്കിൽ കോസ്മോളജി എന്നേ പറയാം. അപ്പൊ പ്രപഞ്ചത്തിന്റെ ഘടനയെ കുറിച്ച് പഠിക്കുന്നത് കോസ്മോളജി, പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെ കുറിച്ച് പഠിക്കുന്നത് കോസ്മോഗണിയാണ് പറയേണ്ടത്.
ചന്ദ്രന്റെ എത്ര ശതമാനമാണ് നമ്മുടെ ഭൂമിയിൽ നിന്നും ദൃശ്യമാകുന്നതെന്ന് ചോദിച്ചാൽ 59% നമുക്ക് കാണാൻ കഴിയും ചന്ദ്രന്റെ, കേട്ടോ. ഭൂമിയുടെ ഭൂഗുരുത്വാകർഷണ ബലത്തിന്റെ എത്ര ഭാഗമാണ് ചന്ദ്രനിലുള്ളത്? 16 ഭാഗമാണ്, കേട്ടോ. 16 വെയിറ്റ് നമുക്ക് 10 വെയിറ്റ്, 6 60 കിലോ ആണെങ്കിൽ നമുക്ക് ഇവിടെ 10 കിലോഗ്രാമാണ് ചന്ദ്രനിലുള്ളതെന്നൊക്കെ നമ്മൾ പഠിക്കാറില്ലേ. അപ്പൊ ഇത് വേറെ ക്വസ്റ്റ്യൻ. ചന്ദ്രന്റെ എത്ര ശതമാനമാണ് ഭൂമിയിൽ നിന്ന് ദൃശ്യം? 59%. ഭൂമിയുടെ ഭൂഗുരുത്വാകർഷണത്തിന്റെ ബലത്തിന്റെ എത്ര ഭാഗമാണ് ചന്ദ്രനിലുള്ളത്? 1/16 ആണ്. കത്തിത്തീരാതെ ഭൂമിയിൽ പതിക്കുന്ന ഉൽക്കകളെ ഉൽക്കാശിലകൾ എന്ന് വിളിക്കാം. എന്നാൽ കൊള്ളിമീനുകൾ എന്താന്ന് ചോദിച്ചാൽ ലക്ഷക്കണക്കിന് ഉൽക്കകൾ അന്തരീക്ഷത്തിൽ വെച്ച് ഒരുമിച്ച് കത്തും. അപ്പോൾ ആകാശത്തൊരു ആകാശ വിസ്മയം ഉണ്ടാകും. അതാണ് കൊള്ളിമീനുകൾ. ലക്ഷക്കണക്കിന് ഉൽക്കകൾ അന്തരീക്ഷത്തിൽ വെച്ച് ഒരുമിച്ച് കത്തുമ്പോൾ ഉണ്ടാകുന്ന ആകാശ വിസ്മയം ഏതാണ്? കൊള്ളിമീനുകൾ എന്ന് വിളിക്കുന്നു. അടുത്ത നല്ലൊരു ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ശാസ്ത്ര ഉപകരണങ്ങളുടെ തലസ്ഥാനം എന്ന് വിളിക്കുന്ന സ്ഥലം ഏത്? ഇന്ത്യയിൽ ശാസ്ത്ര ഉപകരണങ്ങളുടെ തലസ്ഥാനം അംബാല, ഹരിയാനയിലാണ്. ശാസ്ത്ര ഉപകരണങ്ങളുടെ തലസ്ഥാനം ഏതാണ്? അംബാല, ഹരിയാന. സ്പോർട്സ് ഉപകരണങ്ങളുടെ തലസ്ഥാനം ജലന്ധർ, പഞ്ചാബിൽ, കേട്ടോ. അതെവിടെയാ? പഞ്ചാബിലാണ്. അപ്പൊ ശാസ്ത്ര ഉപകരണങ്ങളുടെ തലസ്ഥാനം അംബാല, സ്പോർട്സ് ഉപകരണങ്ങളുടെ തലസ്ഥാനം ജലന്ധർ, പഞ്ചാബ്. പഞ്ചാബിൽ തന്നെ സ്പോർട്സ് മ്യൂസിയം ഉണ്ട്, പാട്യാല. ഇന്ത്യയുടെ സ്പോർട്സ് മ്യൂസിയം എവിടെയെന്ന് ചോദിച്ചാൽ പാട്യാല. അത് പഞ്ചാബിൽ തന്നെ, നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ പേരിലാണ് സ്പോർട്സ് തലസ്ഥാനം, സ്പോർട്സ് മ്യൂസിയം. തെറ്റല്ലേ? അപ്പൊ സ്പോർട്സ് ഉപകരണങ്ങളുടെ തലസ്ഥാനം ജലന്ധർ, പഞ്ചാബ്. സ്പോർട്സ് മ്യൂസിയം എവിടെയെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് പാട്യാല, പഞ്ചാബിലെ പാട്യാലയാണ്. അടുത്ത നോക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രണ നഗരം ചണ്ഡിഗഡ്, അല്ലെ? ചണ്ഡിഗഡ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രണ നഗരം. ലേ കോർബ്യൂസിയർ, ഫ്രഞ്ച് ശില്പിയായ ലേ കോർബ്യൂസിയർ ആണ്. പക്ഷേ ഇന്ത്യയുടെ രണ്ടാമത്തെ ആസൂത്രണ നഗരം ശ്രദ്ധിച്ചോണം, നമ്മുടെ ഗുജറാത്തിന്റെ തലസ്ഥാനമായ ഗാന്ധി നഗറാണ്, കേട്ടോ. ഇന്ത്യയുടെ ആദ്യ ആസൂത്രണ നഗരം ചണ്ഡിഗഡും ഇന്ത്യയുടെ രണ്ടാമത്തെ ആസൂത്രണ നഗരം ഗാന്ധി നഗരമാണ് പറയേണ്ടത്. ഇന്ത്യയുടെ രത്നം എന്നറിയപ്പെടുന്ന സംസ്ഥാനം മണിപ്പൂരാണ്. ഇന്ത്യയുടെ രത്നം എന്നറിയപ്പെടുന്നത് ഏതാ? മണിപ്പൂരാണ് ഇന്ത്യയുടെ രത്നം. ഇന്ത്യയുടെ കോഹിന്നൂർ എന്നറിയപ്പെടുന്ന ആന്ധ്രാപ്രദേശ്. ഇന്ത്യയുടെ രത്നം മണിപ്പൂര്, ഇന്ത്യയുടെ കോഹിന്നൂർ ആന്ധ്രാപ്രദേശ്. ഇന്ത്യയുടെ രത്നമെന്ന് മണിപ്പൂരിനെ വിളിച്ചത് നെഹ്റു ആണ്, കേട്ടോ. നല്ലൊരു ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ രത്നമെന്ന് മണിപ്പൂരിനെ വിളിച്ചതാരാ? നെഹ്റു ആണ്. ഇന്ത്യയുടെ തിളക്കമുള്ള രത്നം എന്നറിയപ്പെടുന്ന ഒരു തുറമുഖം നമുക്കുണ്ട്, വിശാഖപട്ടണം. ഇന്ത്യയുടെ തിളക്കമുള്ള രത്നം എന്നറിയപ്പെടുന്ന തുറമുഖം ഏതാ? വിശാഖപട്ടണമാണ്, അല്ലെ? ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം വിശാഖപട്ടണമാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ തുറമുഖം മുംബൈ. ഇന്ത്യയുടെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം ചോദിച്ചാൽ വിശാഖപട്ടണമാണ് പറയേണ്ടത്. വിശാഖപട്ടണം തുറമുഖത്തിനാണ് അതിന് വിളിക്കുന്ന പേര് സിന്ധ്യ ഷിപ്പ്യാർഡ് എന്ന് വിളിക്കുന്നത് വിശാഖപട്ടണം തുറമുഖത്തിനാണ്. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കണേ. അവിടെയാണ് ആദ്യത്തെ കപ്പൽ വരുന്നത്. ഇന്ത്യയിലെ ആദ്യ കപ്പലിന്റെ പേര് ജൽ ഉഷ. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ കപ്പലിന്റെ പേരെന്താ? ജൽ ഉഷ. വിശാഖപട്ടണം തുറമുഖത്താണ് വരുന്നത്. കൊച്ചി കപ്പൽ നിർമ്മാണശാലയിൽ നിർമ്മിച്ച ആദ്യ കപ്പൽ റാണി പത്മിനിയാണെന്ന് നിങ്ങൾ പഠിച്ചിട്ടില്ലേ? റാണി പത്മിനി. അപ്പൊ ഇന്ത്യയുടെ രത്നം എന്ന് വിളിക്കുന്നത് മണിപ്പൂരിനെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കെ, കേരളത്തിലെ ആദ്യ റബ്ബർ തലസ്ഥാനം ഇന്ത്യയിലെ ആദ്യ റബ്ബർ തലസ്ഥാനം എന്ന് വിളിക്കുന്ന കേരളം. റബ്ബർ ഏറ്റവും കൂടുതൽ കേരളത്തിലാണ്. പക്ഷെ ഇന്ത്യയുടെ രണ്ടാമത്തെ റബ്ബർ തലസ്ഥാനം എന്ന് പറഞ്ഞ് ഇപ്പോൾ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചു. ത്രിപുരയാണ്. ഇന്ത്യയുടെ രണ്ടാമത്തെ റബ്ബർ തലസ്ഥാനം ഏതാണ്? ത്രിപുരയാണ് നമ്മൾ പഠിക്കേണ്ടത്. അതൊന്ന് ഓർത്ത് നോക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കെ, ബുദ്ധമതക്കാരുടെ കളിത്തൊട്ടിൽ ബീഹാറാണ്, കേട്ടോ. ബീഹാറിൽ ഗയയൊക്കെ അവിടെ ഇല്ലേ? ബുദ്ധമതത്തിന്റെ കളിത്തൊട്ടിൽ ബീഹാറാണ്. പക്ഷേ ബുദ്ധമതത്തിന്റെ ജന്മനാട് നമ്മുടെ സാരാനാഥ്, ഉത്തർപ്രദേശിലെ സാരാനാഥ്. അശോക സ്തംഭമൊക്കെ എടുത്തിരിക്കുന്നത് സാരാനാഥിൽ നിന്നല്ലേ? അവ ദേശീയ ചിഹ്നമൊക്കെ എടുത്തിരിക്കുന്നത് സാരാനാഥിൽ നിന്നാണ്. അപ്പൊ ബുദ്ധമതത്തിന്റെ കളിത്തൊട്ടിൽ ബീഹാർ, ബുദ്ധമതത്തിന്റെ ജന്മനാഥ് ഏതാ? സാരാനാഥ്. ഇനിയൊക്കെ ഹിന്ദു ബുദ്ധ ജൈന മതക്കാരുടെ പുണ്യ നഗരം എന്ന് വിളിക്കുന്നത് വാരണാസിയാണ്. നമ്മൾ പഠിക്കേണ്ടത് വാരണാസി. മറന്നുപോരുത്. ബനാറസ് എന്നൊക്കെ നമ്മൾ വിളിക്കാറില്ലേ? കാശി, ബനാറസ് എന്നൊക്കെ വിളിക്കുന്നത് വാരണാസിയെ. പക്ഷെ ഹിന്ദു മുസ്ലിം മതക്കാരുടെ പുണ്യ നഗരം ഹാജോ എന്ന് വിളിക്കുന്ന നഗരമാണ്. ഹാജോ. തെറ്റിപ്പോരുതേ. ഏത്? അത് നല്ലൊരു ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കെ, കോട്ടകളുടെ നാട് രാജസ്ഥാൻ. രാജസ്ഥാൻ എന്ന വാക്കിനർത്ഥം കോട്ടകളുടെ നാടെന്ന വിശേഷണം തന്നെ രാജസ്ഥാൻ. പക്ഷെ 36 കോട്ടകൾ എന്ന അർത്ഥമുള്ള സംസ്ഥാനം ഛത്തീസ്ഗഡിന്റെ അർത്ഥം അങ്ങനെയാണ്. 36 കോട്ടകൾ എന്നുള്ള അർത്ഥമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ജില്ല നാഗ്പൂരാണ്. മഹാരാഷ്ട്രയിലെ നാഗ്പൂർ. ഇന്ത്യയുടെ ഓറഞ്ച് നഗരം എന്ന് വിളിക്കുന്നത് തന്നെ മഹാരാഷ്ട്രയിലെ നാഗ്പൂരാണ്. ഇന്ത്യയുടെ ഓറഞ്ച് നഗരം. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗ്രാമം ചോദിച്ചാൽ ഗുജറാത്തിലെ അഗോദരയാണ്.
അപ്പോൾ ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ ജില്ല നാഗ്പൂർ, മഹാരാഷ്ട്ര. ഇന്ത്യയുടെ ഓറഞ്ച് നഗരം നാഗ്പൂരാണ്. നാഗ്പൂർ. ഇന്ത്യയുടെ ആദ്യ ഡിജിറ്റൽ ഗ്രാമം ചോദിക്കാം, അഗോദര, ഗുജറാത്ത്. അടുത്തൊക്കെ ആദിവാസി ഭൂമി ജാർഖണ്ഡ്. ആദിവാസി ഭൂമി. പക്ഷേ ആദിവാസികൾ ഏറ്റവും കൂടുതൽ, പട്ടിക വർഗക്കാർ ഏറ്റവും കൂടുതൽ മധ്യപ്രദേശിലാണ്. ആദിവാസി ഭൂമി എന്ന് വിളിക്കുന്നത് ജാർഖണ്ഡാണ്. പക്ഷേ പട്ടിക വർഗക്കാർ ഏറ്റവും കൂടുതൽ എവിടെയാണ്? മധ്യപ്രദേശിലാണ്. മറന്നുപോയത്. ചമ്പൽ കാടുകൾ മധ്യപ്രദേശിലാണ്. കാടുകൾ ഏറ്റവും കൂടുതൽ മധ്യപ്രദേശിലാണ്. കാടുകൾ ഏറ്റവും കൂടുതൽ മധ്യപ്രദേശ്. ചമ്പൽ കാടുകൾ ഏറ്റവും കൂടുതൽ മധ്യപ്രദേശ്. ചമ്പൽക്കാട് ഏത് സംസ്ഥാനം? മധ്യപ്രദേശ്. ആദിവാസികൾ അഥവാ പട്ടിക വർഗക്കാർ ഏറ്റവും കൂടുതൽ മധ്യപ്രദേശ്. പക്ഷേ ആദിവാസി ഭൂമി എന്ന് വിളിക്കുന്നത് ജാർഖണ്ഡിനെയാണ്, അല്ലേ? ദക്ഷിണേന്ത്യയുടെ ധാന്യപുര തഞ്ചാവൂരാണ്. ഇന്ത്യയുടെ ധാന്യപുര പഞ്ചാബാണ്. ഇന്ത്യയുടെ ധാന്യപുര പഞ്ചാബ്. പക്ഷെ ദക്ഷിണേന്ത്യയുടെ ധാന്യപുര തഞ്ചാവൂർ, തമിഴ്നാട്ടിലെ തഞ്ചാവൂരാണ് നമ്മൾ പറയുന്നത്, അല്ലേ? തഞ്ചാവൂരിന്റെ തീരത്തൂടി ഒഴുകുന്ന നദി ഏതൊക്കെ ചോദിച്ചു? കാവേരി. മറന്നുപോരുത്. തഞ്ചാവൂരിന്റെ തീരത്തൂടി ഒഴുകുന്ന നദി ഏതാ? കാവേരി. ദക്ഷിണേന്ത്യയുടെ ധാന്യപുര കൃഷ്ണ ഗോദാവരി ഡെൽറ്റയാണ് കേട്ടോ. ദക്ഷിണേന്ത്യയുടെ ധാന്യപുര എന്ന് വിളിക്കുന്നത് ഏതാണ്? കൃഷ്ണ ഗോദാവരി ഡെൽറ്റയാണ്. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കണേ, കൃഷ്ണ ഗോദാവരി ഡെൽറ്റയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കെ. ഹരിയാന സിംഹം എന്ന് വിളിക്കുന്നത് ദേവിലാൽ കേട്ടോ. 2 പ്രധാനമന്ത്രിമാരുടെ കീഴിൽ ഉപപ്രധാനമന്ത്രിയായ വ്യക്തിയാണ് ദേവിലാൽ. ഹരിയാന ഹരിക്കെയിൻ എന്ന് വിളിക്കുന്നത് നമ്മുടെ ക്രിക്കറ്റ് താരമായ പ്രിയപ്പെട്ട കപിൽ ദേവിനെയാണ് ഹരിയാന ഹരിക്കെയിൻ എന്ന് വിളിക്കുന്നത്. ഇനി ഹരിതകം എയും ഉണ്ട്, ഹരിതകം ബിയും ഉണ്ട്. നീല കലർന്ന പച്ചയാണ് ഹരിതകം എയുടേത്, മഞ്ഞ കലർന്ന പച്ചയാണ് ഹരിതകം ബിയുടെ നിറം. അത് ചിലപ്പോൾ എടുത്ത് ചോദിച്ചാൽ സ്കൂൾ ടെസ്റ്റിൽ ഉണ്ട് കേട്ടോ. ഹരിതകം എ നീല കലർന്ന പച്ച, ഹരിതകം ബിയുടെ നിറം എന്താണ്? പച്ച കലർന്ന മഞ്ഞ കലർന്ന പച്ച. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കണേ. 30 ചോദ്യങ്ങളാണ്. എന്നാലും ഒരു 60 ചോദ്യമൊട്ട് കിട്ടി റിവിഷൻ നടത്താൻ. ഞാൻ ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്തു പോയാൽ നിങ്ങൾക്ക് അത് പാടാണെന്നൊക്കെ ചിലവർ കമൻറ്റ് ഇടുന്നുണ്ട്. ഒത്തിരി ഇങ്ങനെ പറയുമ്പോൾ എല്ലാം കൂടെ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് സ്ലോ ആയി പറഞ്ഞത്. എന്നാലും നമുക്ക് കുറേ ഇനി പരീക്ഷയുടെ അടുക്കുന്ന തരത്തിലുള്ള ചോദ്യ പേപ്പറിലേക്ക് കൊണ്ടുവരാം. നല്ല രീതിയിൽ പഠിക്കുക. ഞങ്ങളൊക്കെ ഇങ്ങനെ വരുന്നു പോകുന്നെങ്കിലും നിങ്ങളാണല്ലോ പഠിക്കേണ്ടതും ജോലി നേടേണ്ടതും. ടെൻഷനാണ് അല്ലേ? അതൊക്കെ മാറുന്നു. പഠിക്കും. ഞങ്ങളൊക്കെ സപ്പോർട്ടായിട്ടുണ്ടല്ലോ. നിങ്ങൾ മാക്സിമം ടോപ്പിക്ക് റിവിഷൻ കവർ ചെയ്താൽ മൊത്തം പോലെ റിവിഷൻ ചെയ്ത് മോക്ക് ടെസ്റ്റ് ചെയ്യണേ. സ്കൂൾ ടെസ്റ്റ് കവർ ചെയ്യണേ. മതി, ധാരാളം. പിന്നെ നല്ല വിശ്വാസം ഉണ്ടാകണം. എന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കിട്ടുമെന്ന സന്തോഷത്തോടു കൂടി പഠിക്കുകയാണെങ്കിൽ ഓരോ ദിവസവും നിങ്ങളുടെ എഴുന്നേൽക്കുന്ന രംഗവും എഴുന്നേറ്റ് പഠിക്കുന്നതും ഒക്കെ ബോറില്ലെങ്കിൽ, ഒരു ബോറും അടിക്കാതെ തുടർച്ചയായി പഠിച്ചുകൊണ്ടിരുന്നത് നിങ്ങൾ ആ കറക്റ്റ് റൂട്ടിൽ എത്തിച്ചേരും കേട്ടോ. ഞങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടായിരിക്കും. നല്ലൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.